അന്ന ഭാഗം 20. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പലയിടത്തും വെച്ച് അന്നയെ കണ്ട ഫെലിക്സ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവിലെ കണ്ട ചിരി നിറഞ്ഞ ചുണ്ടുകളും സന്തോഷത്താൽ വിടർന്ന കണ്ണുകളും ഇപ്പോൾ മായപ്പെട്ടതുപോലെ അവന് തോന്നി. അന്നക്കിനി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? അതുവരെ ഇല്ലാത്തൊരാദി ഫെലിക്സിൽ ഉടലെടുത്തു. മൂകയായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തിരികെ എത്തിയ അന്നയെ കണ്ട പ്രിയ എന്ത് ചോദിച്ചിട്ടും അന്ന മറുപടിയൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ ഫെലിക്സുമായി കണ്ടുമുട്ടിക്കാണുമെന്ന് അവരും വിചാരിച്ചു. 2 മണിയോടുകൂടി ഫെയർവെൽ പരിപാടി ആരംഭിച്ചു. ഇത്തവണ കോളേജിൻ്റെ നടുമുറ്റത്തെ പുൽത്തകിടിയിൽ ഓപ്പൺ സ്റ്റേജ് ഒരുക്കി അതിഗംഭീരമായ രീതിയിലായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. വിദ്യാർത്ഥികൾക്ക് ചുറ്റുമുള്ള എല്ലാ കെട്ടിടങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായി സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ കാണാൻ സൗകര്യമൊരുക്കി എന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത. വിദ്യാർത്ഥികൾ തന്നെ അവതരിപ്പിക്കുന്ന വിവിധ പ്രോഗ്രാമുകളും ചില ഫൺ ഗെയിമുകളും ഉൾപ്പെടെ ജൂനിയേഴ്സ് സീനിയേഴ്സിനെ ചെറുതായി റാഗ് ചെയ്യുന്ന നമ്പറുകൾ വരെ വേദിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അന്നയോടൊരു വയലിൻ പെർഫോമൻസ് നടത്താൻ പലരും നിർബന്ധിച്ചെങ്കിലും സുഖമില്ല എന്നൊഴിവ് പറഞ്ഞ് അവൾ അതിൽ നിന്നും പിന്മാറി. വേദിക്ക് മുന്നിലുള്ള പുൽത്തകിടിയിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ അധ്യാപകരും ഒരുവിധം വിദ്യാർത്ഥികളും സ്ഥാനമുറപ്പിച്ചു. ബാക്കിയുള്ളവർ വേദിക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ ബാൽക്കണികളിൽ വിശാലമായി നിന്നുകൊണ്ട് പ്രോഗ്രാമുകൾ കണ്ടു. ലൈബ്രറി ബ്ലോക്കിൻ്റെ 1-ാം നിലയിലെ ബാൽക്കണിക്കരികിലായി പ്രിയക്കൊപ്പം അന്നയും സ്ഥാനം പിടിച്ചു. താഴെ പാർക്കിംഗ് ഏരിയയുടെ അടുത്തുള്ള മതിൽക്കെട്ടിലിരിക്കുന്ന ഫെലിക്സിനെ കണ്ട അന്ന അവൻ കാണാതിരിക്കാൻ തൂണിൻ്റെ മറയിലേക്ക് മറഞ്ഞിരുന്നു. എന്നാൽ അവൻ്റെ കണ്ണുകൾ അപ്പോഴും അന്നയെ തിരയുകയായിരുന്നു. ഫെലിക്സിൻ്റെ മുഖം മുമ്പത്തേക്കാൾ ശാന്തമായിരുന്നത് പോലെ അന്നയ്ക്ക് തോന്നി. ആ കണ്ണുകൾ അവളിലേക്ക് പ്രതീക്ഷയോടെ നോട്ടമെറിയുന്നത് കാണുമ്പോൾ അവൾക്ക് ഹൃദയം കീറി മുറിക്കുന്നത് പോലെ തോന്നി. തന്നെ തേടി വരുന്ന ഫെലിക്സിൻ്റെ കണ്ണുകളെ മറക്കാൻ അവൾ സ്വയം ഒളിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു. കാരണം അവനിലേക്ക് നോക്കാൻ അന്നയുടെ മനസ്സിന് ത്രാണിയില്ലായിരുന്നു. പരിപാടിയുടെ താളക്കൊഴുപ്പിൽ വിദ്യാർത്ഥികളുടെ ആരവങ്ങളും ആർപ്പുവിളികളും അവിടമാകമാനം ഒഴുകിക്കൊണ്ടിരുന്നു. നേരം സന്ധ്യയോടടുത്തു. കോളേജ് ആകമാനം നിറം ചാലിച്ചെടുത്ത കാഴ്ച പോലെ വിവിധ നിറത്തിലുള്ള അലങ്കാര ബൾബുകളാൽ പ്രകാശപൂരിതമായി. അന്നയുടെ മനസ്സിൽ ഭയം നിഴലിച്ചു തുടങ്ങി. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന അകാരണമായ ഭയം അവളെ വേട്ടയാടി. അവൾക്ക് തലയിലൊരു പെരുപ്പ് അനുഭവപ്പെടും പോലെ തോന്നി. ഒരു താങ്ങിനായി അടുത്തു നിന്ന പ്രിയക്കരികിലേക്ക് ചേർന്നു നിന്നു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്താ അന്നെ, നിനക്ക് വയ്യായ്ക വല്ലതുണ്ടോ? നീ വിയർക്കുന്നുണ്ടല്ലോ, ഹേമ വെപ്രാളത്തോടെ ചോദിച്ചു. ഇല്ലടി, ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. അന്ന കയ്യിൽ കരുതിയ തൂവാലയാൽ മുഖം തുടച്ചു. എന്നാൽ അലീന അവിടെ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. പെൺചതിയുടെ ഊരാക്കുടുക്കുകൾ. തല പിളർക്കുന്നത് പോലെ അസഹനീയമായ വേദന അന്നയിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അവളുടെ തൊണ്ട വരണ്ടതുപോലെയായി. അന്നയുടെ മനസ്സറിഞ്ഞതുപോലെ താഴെ വേദിക്കരികിലായുള്ള ഗ്രീൻ റൂമിന് പുറത്തു നിന്നുകൊണ്ട് ഹേമ കയ്യിൽ വാട്ടർ ബോട്ടിൽ മുകളിലേക്ക് ഉയർത്തി അന്നയുടെ നേരെ വീശി കാണിച്ചു. അന്ന താഴേക്ക് വരാമെന്ന് കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടി. ഗ്രീൻ റൂമിലേക്ക് കൈകൾ ചൂണ്ടി അന്നയെ കാണിച്ചുകൊണ്ട് ഹേമ അകത്തേക്ക് നടന്നുപോയി. സെക്കൻഡ് ഇയറിലെ ഒരു കോഴിയെ നിർത്തി പൊരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയയോട് പറഞ്ഞ ശേഷം അന്ന നീണ്ടുകിടക്കുന്ന വരാന്തയിലൂടെ താഴേക്കിറങ്ങാനുള്ള സ്റ്റെയർകേസ് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ലൈബ്രറിയുടെ പ്രധാന വാതിൽ കഴിഞ്ഞ ശേഷം മറ്റേ അറ്റത്താണ് താഴേക്കിറങ്ങാനുള്ള പടികളുള്ളത്. പക്ഷെ അവിടേക്ക് അടുക്കും തോറും പ്രകാശം കുറഞ്ഞു വരുന്നത് പോലെ അവൾക്ക് തോന്നി. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, പലയിടങ്ങളിലും ബൾബുകൾ കത്തുന്നില്ല. ഒരു നിമിഷം ഒറ്റയ്ക്ക് താഴേക്ക് പോകാൻ തോന്നിയ അവസരത്തെ അവൾ സ്വയം ശപിച്ചു. അന്നയിൽ വീണ്ടും മുൻപ് തോന്നിയ ഭയത്തിൻ്റെ ആവർത്തനങ്ങൾ അനുഭവപ്പെട്ടു. അവർ മുൻപ് നിന്നിടത്തല്ലാതെ ആ ഫ്ലോറിൻ്റെ മറ്റൊരു ഭാഗത്തും വിദ്യാർത്ഥികളില്ല എന്ന സത്യം അവൾ ഞെട്ടലോടെ മനസ്സിലാക്കി. അവൾ ഭയത്തോടെ മുന്നോട്ട് ചുവടുകൾ വെച്ചു. പിന്നിൽ നിന്ന് ഒരു കാൽപ്പെരുമാറ്റം കേൾക്കെ തിരിഞ്ഞു നോക്കാൻ ഭയപ്പെട്ടുകൊണ്ട് അവൾ
നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ലൈബ്രറി അടക്കം അവിടെയുള്ള എല്ലാ ക്ലാസ് മുറികളുടെയും വാതിലുകൾ അടച്ച് താഴിട്ട് പൂട്ടിയിരിക്കുവാണ്. പിന്നിൽ നിന്നും വീണ്ടും ഉയർന്ന കാൽപ്പെരുമാറ്റം അവൾ തിരിച്ചറിഞ്ഞു. പാതി വെളിച്ചത്തിൽ തൻ്റെ നിഴലുകൾക്ക് മുകളിലായി മറ്റാരുടെയോ നിഴലുകൾ ചലിക്കുന്നത് കണ്ട് അവൾ ഭയപ്പെട്ടു. ഇതേ സമയം താഴെ അന്നയെ തിരഞ്ഞു നടക്കുന്ന ഫെലിക്സിൻ്റെ ഫോണിലേക്ക് ഏതോ പ്രൈവറ്റ് നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. വേദിയിൽ നിന്ന് ഉയർന്ന ശബ്ദത്തിൽ ഒന്നും കേൾക്കാൻ കഴിയാത്തതിനാൽ അവൻ ഫോണുമായിട്ട് കോളേജിൻ്റെ ഗേറ്റിനരികിലേക്ക് നടന്നു. നിഴൽ കണ്ടുകൊണ്ട് അന്ന വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കിയതും ഒരു കറുത്തിരുണ്ട മുഖം, വ്യക്തമല്ലാത്ത രൂപത്തെ അവൾ അരണ്ട വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞു. ഭയത്താൽ അവളുടെ ചുവടുകൾ ഇടറിക്കൊണ്ടിരുന്നു. അവൾ ഉച്ചത്തിൽ അലറിക്കരഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കൊതിച്ചു. പെട്ടെന്ന് ആ ബലിഷ്ഠമായ കൈകൾ അന്നയുടെ കൈത്തണ്ടയിലേക്ക് പിന്നിൽ നിന്നും പിടിയമർത്തി. കുതറി മാറി കൈകൾ കുടഞ്ഞെറിയാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ ബലത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു കൈകൊണ്ട് അയാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് അവളുടെ നിലവിളിയെ ഇല്ലാതാക്കി. പെട്ടെന്ന് ലൈബ്രറിയുടെ വാതിൽ ചവിട്ടി തുറന്ന ശേഷം അയാൾ അവളെ അതിനുള്ളിലേക്ക് തള്ളിയിട്ടു. ഒരു ശബ്ദത്തോടെ അന്ന എവിടെയോ പോയി ശക്തിയായി ഇടിച്ചു നിന്നു. അകത്ത് നിറഞ്ഞു നിന്ന ഭയാനകമായ അന്ധകാരം അവളെ സ്തബ്ധയാക്കി. അകത്തു നിന്നും വാതിൽ പൂട്ടുന്ന ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. അവൾ ഉറക്കെ അലറിക്കരഞ്ഞു. അയാൾ ആരാണെന്നോ എന്താണെന്നോ അവൾക്കറിയില്ലായിരുന്നു. ലൈബ്രറിയിലെ ഇരുട്ടിലൊന്ന് ചലിക്കാനാകാതെ അന്ന തറഞ്ഞു നിന്നുപോയി. പെട്ടെന്ന് ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ഒരു ലൈറ്ററിൻ്റെ നേരിയ തീജ്വാല അവിടെ മാസകലം പരന്നു. പെട്ടെന്നതില്ലാതായി. പിന്നിൽ നിന്ന് തൻ്റെ ചുമലിലേക്ക് ആരുടെയോ പരുക്കമായ കൈകൾ പതിയുന്നത് മനസ്സിലാക്കിയ അന്ന ആ കൈകൾ തട്ടിത്തെറിപ്പിച്ച് വേഗം കുതറി മാറി. പെട്ടെന്ന് കുതറി മാറിയപ്പോൾ അന്നയുടെ തോളിൽ സെറ്റിപ്പിൻ കൊണ്ട് കുത്തിവെച്ചിരുന്ന ഷാൾ ഉൾപ്പെടെ വസ്ത്രത്തിൻ്റെ കുറച്ച് ഭാഗം കീറി അയാളുടെ കൈകളിലായി. ഇടയ്ക്ക് ലൈറ്റർ കത്തിച്ചുകൊണ്ട് അന്ന നിൽക്കുന്ന ഇടം അയാൾ തിരിച്ചറിഞ്ഞു. അന്നയുടെ നിലവിളികൾ ആ ഇരുട്ട് മുറികളിൽ പ്രതിധ്വനിച്ചു. തന്നെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അന്നയ്ക്ക് ബോധ്യമായി. ആ രൂപം അന്നയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അയാൾ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ആ പ്രഹരത്തിൽ അവളുടെ മൂക്കിൽ നിന്നും രക്തം ധാരയായി ഒഴുകി. അവൾ വേദന കൊണ്ട് പുളഞ്ഞ് തന്നാലാകും വിധം അയാളെ തടുത്തുകൊണ്ടിരുന്നു. ഓരോ വീഴ്ചയിലും അവളുടെ ശരീരം മുറിവുകളാൽ ചോര പൊടിഞ്ഞു. അവളുടെ ശരീരത്തെ പൊതിഞ്ഞ വസ്ത്രങ്ങൾ ഒരുവിധം അയാളുടെ ബലിഷ്ഠമായ കൈകളാൽ കീറിപ്പറിച്ചു. പുറത്ത് വേദിയിൽ നിന്നുയർന്ന ശബ്ദത്തിൽ ഹന്നയുടെ നിലവിളികൾ അലിഞ്ഞു ചേർന്നു. ആ നിലവിളികൾ ഏങ്ങലുകളായി മാറി. അവളുടെ കൈകൾ ഏതോ മേശമേൽ തടഞ്ഞപ്പോൾ പെട്ടെന്നവൾ അതിനടിയിലേക്ക് കയറി ഒളിച്ചു. അവൾ പൂർണ്ണമായും അവശയായിരുന്നു. അടുത്ത നിമിഷം ലൈബ്രറിയുടെ വാതിൽ പുറത്തു നിന്ന് ആരോ ശക്തിയായി ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന ശബ്ദം അവൾ കേട്ടു. അന്നയിൽ ആശ്വാസത്തിൻ്റെ തിരുനാളം തെളിഞ്ഞു. ലൈബ്രറിക്കുള്ളിൽ ആ രൂപത്തിൻ്റെ കാൽപ്പെരുമാറ്റം നിലച്ചു. വീണ്ടും വീണ്ടും പുറത്തുനിന്ന് ശക്തമായ പ്രഹരങ്ങൾ കൊണ്ട് ആ വാതിൽ തുറക്കപ്പെട്ടു. പുറത്തുനിന്നും അകത്തേക്ക് കടന്ന അരണ്ട വെളിച്ചത്തിൽ അന്ന തൻ്റെ പാതി അടഞ്ഞ മിഴികൾ തുറന്നു നോക്കി. അവളുടെ ഹൃദയം ആശ്വാസത്താൽ തുടിച്ചു. ഫെലിക്സിനെ മുറിഞ്ഞുപോയ ശബ്ദത്തിൽ അവൾ വിളിച്ചു. വാതിൽക്കൽ നിൽക്കുന്ന ഫെലിക്സിനെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന, നീ എവിടെയാ? ഫെലിക്സ് ഉച്ചത്തിൽ ഭീതിയോടെ വിളിച്ചു. മൊബൈലിലെ ലൈറ്റ് തെളിച്ച് അവൻ അന്നയെ തിരഞ്ഞു. ഒരല്പം പോലും അനങ്ങാനാകാതെ അവശയായി നിലത്തിരിക്കുന്ന അന്നയ്ക്കരികിലേക്ക് ഫെലിക്സ് വേഗത്തിൽ നടന്നെടുത്തു. പാതി കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ചോര പൊടിഞ്ഞ കവിളുകളും ചുണ്ടുകളുമായി അന്നയെ കണ്ട ഫെലിക്സ് ഹൃദയവേദനയോടെ അലറിക്കരഞ്ഞുകൊണ്ട് അന്നയെ കോരിയെടുത്തു. എന്നാൽ ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്നും മറ്റൊരു രൂപം പതിയെ പുറത്തേക്കിറങ്ങിയ ശേഷം ലൈബ്രറിയുടെ വാതിൽ പുറത്തു നിന്നും മെല്ലെ അടച്ചു. മോളെ അന്നെ, നിനക്ക് എന്താ പറ്റിയേ? നിന്നെ ആരാ? ഫെലിക്സ് വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അപ്പോഴേക്കും അന്നയുടെ ബോധം മറിഞ്ഞിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്നും വലിയ ഒച്ചയോടെ ലൈബ്രറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഫെലിക്സ് ഞെട്ടലോടെ വാതിലിനരികിലേക്ക് നോക്കി. പെട്ടെന്ന് ലൈറ്റുകൾ തെളിഞ്ഞ് അവിടെയെല്ലാം പ്രകാശം പരന്നു.
പുറത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികളും അധ്യാപകരും ഞെട്ടലോടെ ഫെലിക്സിൻ്റെ കൈകളിൽ ബോധമറ്റ് കിടക്കുന്ന അന്നയിലേക്ക് നോക്കി. ഫെലിക്സിനെ അവരൊരു കുറ്റവാളിയെപ്പോലെ നോക്കി നിന്നു. അവൻ ഒരു നിമിഷം സ്തബ്ധനായി തൻ്റെ കൈകളിൽ കിടക്കുന്ന അന്നയെ തൊട്ടരികിലുള്ള ഡെസ്കിലേക്ക് പതിയെ കിടത്തി. ഉറക്കെ കരഞ്ഞുകൊണ്ട് ഹേമയും പ്രിയയും അന്നയ്ക്കരികിലേക്ക് ഓടിയെടുത്തു. തൻ്റെ തോളിൽ ചുറ്റിയിരുന്ന ഷാള് പറിച്ചെടുത്ത് ഹേമ അവളെ പുതപ്പിച്ചു. ഫെലിക്സ് എന്തു ചെയ്യണമെന്നറിയാതെ ആൾക്കൂട്ടത്തെ നോക്കി പകച്ചുകൊണ്ട് വേദനയോടെ അന്നയെ നോക്കി. ഫെലിക്സിനരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് പ്രിയ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടുത്തമിട്ടു. ഫെലിക്സെ, നിന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ നീ? എന്തിനാ അവളെ ഇങ്ങനെ ബാക്കി വെച്ചേ? കൊന്നുകളയായിരുന്നില്ലേ? തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.